എൻ്റെ ലൈഫിൽ വന്നതിൽ വെച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയൊരു ടീം നമ്മളെ ഇൻക്ലൂഡ് ചെയ്യുക. സത്യം പറഞ്ഞാൽ കുറെ ആൾക്കാർ തെറ്റിദ്ധരിച്ചത് അത് പ്രീമിയർ ലീഗിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പ്രീമിയർ ലീഗ് അല്ല, കുറെ പേർക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, തീർച്ചയായും. എന്താണെന്ന് വെച്ചാൽ അവര് അത്രയും വലിയൊരു പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരു ടീം നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരു ആളെ സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. അപ്പൊ അതില് വളരെ ഹാപ്പിയാണ്. പിന്നെ അവിടുത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഞാൻ 7v7 TST ടൂർണമെന്റ് പോയാൽ പോലും അവിടെ വന്ന പ്ലെയേഴ്സിന്റെ ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് അവിടെ പോയപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഒരു 4-5 ദിവസം എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെച്ചാൽ അവിടുത്തെ ഇന്റൻസിറ്റി നമ്മളെന്താ വെച്ചാൽ ഒരു ലെവലിൽ കളിച്ചിട്ട് പിന്നെ ആ ലെവലിൽ വിട്ട് പോകുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ആ TSTയിൽ വന്നെല്ലാം അവിടുത്തെ നോർമൽ പ്ലെയേഴ്സ് ആണ്. പിന്നെ അതിൽ ലെജൻസ് ഉണ്ടായിരുന്നു, പക്ഷെ നോർമൽ പ്ലെയേഴ്സിന്റെ ക്വാളിറ്റി പോലും അത്രയും മുകളിലാണ്. അപ്പോൾ അവരുടെ ഒപ്പം കളിച്ച് പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അഡാപ്റ്റ് ആയത്. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് ഞാൻ എൻ്റെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രോസസ്സ് ഞാൻ മുകളിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ്, പുറത്തു പോയി കളിക്കേണ്ട ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഇനിയും വരണം. നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ പുറത്തു പോയി കളിക്കണം, എന്നാലേ അവർക്ക് ഫുട്ബോൾ ശരിക്കുള്ള ഇന്റൻസിറ്റി എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.